കാക്ക ഇങ്ങനെ കരയുന്നത് കേട്ടിട്ട് വിരുന്നുകാർ വരും എന്ന് നമ്മുടെ വീട്ടിലുള്ളവർ പണ്ട് പറയാറുണ്ട്. അങ്ങനെ കാക്ക കരഞ്ഞിട്ട് വീട്ടിൽ വിരുന്നുകാർ വന്ന ചരിത്രമുണ്ടോ? ഇന്ന് ഞാൻ കർക്കിടക വാവും കാക്കകളെയും കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വാവു ബലിക്ക് കാക്കകൾ വന്ന് പിതൃക്കൾക്ക് സമർപ്പിക്കുന്ന ചോറ് അഥവാ ബലിച്ചോറ് കഴിക്കുന്നതിന് പിന്നിൽ ശക്തമായൊരു ഐതിഹ്യം നിലവിലുണ്ട്. ഇത് ഹൈന്ദവ വിശ്വാസങ്ങളുമായി, പ്രത്യേകിച്ച് പിതൃക്കളുടെ പ്രീതിയുമായി ബന്ധപ്പെട്ടതാണ്. പണ്ട് കാലം മുതൽക്കേ കാക്കകളെ പിതൃക്കളുടെ പ്രതിരൂപങ്ങളായി കണക്കാക്കപ്പെടുന്നു. മരണപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് കാക്കകളുടെ രൂപത്തിൽ വന്ന് ബലിച്ചോറ് സ്വീകരിക്കാൻ കഴിയും എന്നാണ് വിശ്വാസം. വാവുബലി ദിനത്തിൽ പിതൃക്കൾ ഭൂമിയിലേക്ക് വരികയും തർപ്പണമായും ബലിയായും അർപ്പിക്കുന്ന ഭക്ഷണം സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. കാക്കകൾ ബലിച്ചോറ് കൊത്തിക്കൊണ്ടു പോകുമ്പോൾ അത് പിതൃക്കൾക്ക് ലഭിച്ചു എന്നും അവർ സംതൃപ്തരായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ആചാരത്തിന് പിന്നിൽ പ്രധാനമായ 2 ആശയങ്ങളാണ് ഉള്ളത്. ഒന്ന്, മരിച്ചവരുടെ ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുകയും അവരുടെ അനുഗ്രഹം നേടുകയും ചെയ്യുക എന്നതാണ് വാവുബലിയുടെ പ്രധാന ലക്ഷ്യം. കാക്കകൾ ബലിച്ചോറ് കഴിക്കുന്നത് പിതൃക്കൾ പ്രസാദിച്ചു എന്നതിൻ്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. രണ്ടാമതായി, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിലുള്ള ആത്മബന്ധത്തെയും ഈ ആചാരം ഊട്ടിയുറപ്പിക്കുന്നു. മരണപ്പെട്ടവർ ഇപ്പോഴും നമ്മളുടെ ഒപ്പമുണ്ടെന്നും അവരുടെ ഓർമ്മകൾ നിലനിർത്തേണ്ടത് പ്രധാനമാണെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു. ചില വിശ്വാസങ്ങൾ അനുസരിച്ച് കാക്കകൾ ബലിച്ചോറ് കഴിച്ചില്ലെങ്കിൽ അത് പിതൃക്കൾക്കെന്തോ അതൃപ്തിയുണ്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് മോക്ഷം ലഭിച്ചിട്ടില്ലെന്നോ ഉള്ള സൂചനയായി കണക്കാക്കാറുണ്ട്. അങ്ങനെയുണ്ടായാൽ വീണ്ടും ബലികർമ്മങ്ങൾ ചെയ്യുകയോ മറ്റു പ്രായശ്ചിത്തങ്ങൾ ചെയ്യുകയോ പതിവാണ്.